ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങളങ്ങനെ ആലോചിച്ച് യൂട്യൂബിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാൽ ആ യൂട്യൂബർ വീഡിയോ കാണുമ്പോൾ അയാൾ ക്ലീനിങ്ങിൽ ഭയങ്കരമായിട്ട് ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് പറയണം കേൾക്കാം. ഭയങ്കരമായിട്ട് ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് പറയണം കേട്ടോ. ആൾ താമസിക്കുന്ന വീട് നമുക്ക് വീഡിയോസിൽ അയാൾ കുറേ ഇഞ്ചക്ഷൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിടും. അത് കുറച്ച് കഴിഞ്ഞാൽ പറയും ഇതാരോ ആളത്ത് ശത്രുത ഉള്ളത് കൊണ്ടാണ് കിടന്നിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമാണ്ട് അയാൾ യൂട്യൂബിൽ ആളനിയത്തിയാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മാറിയതെന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് മുതലേ അതിൻ്റെ പഠിപ്പ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പഠിപ്പ് പോയതെന്നുള്ള കാര്യം എന്നൊക്കെ പറയണേ. ഡിഗ്രിയാണ് കഴിഞ്ഞെന്ന് പറയണ്ട കേട്ടോ കൊച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വെറുതെ ഇവനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പല കാര്യങ്ങളും കൂടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചിട്ടും ഇപ്പോൾ പറയണ അനിയത്തിക്ക് വീട്ടിലൊരു പണിയില്ല, കുറേ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യലാണ് അനിയത്തിൻ്റെ പണി. സ്വന്തം അമ്മനെ കുറിച്ചിട്ട് പറയേ. ഒരാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതും പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് വീട്ടിൽ നിന്ന് അപ്പം കുറേ ആൾക്കാരെ അവിടെ പരിസരത്തുള്ള ആൾക്കാരെ കുറിച്ച് പറയണതോ നമുക്ക് പറയുമ്പോൾ ഒരു മാന്യമായ ഭാഷ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ഉണ്ടാവും. കമൻറ്റിലും ആണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ. തെറ്റിന് ഞാൻ ചോദിക്കും, നിങ്ങളെ വീട്ടിൽ ഈ പ്രശ്നങ്ങളില്ലേ? നമ്മളെ വീട്ടിൽ അത്യാവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, എന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങളെ എപ്പോഴും എൻ്റെ കടയിലത്തെ ഓണർ പറയും, രണ്ട് കൈ അടിച്ചാൽ സൗണ്ട് ഉണ്ടാവുള്ളൂ, ഒറ്റ കൈ അടിച്ചാൽ അവിടെ സൗണ്ട് ഉണ്ടാവില്ല എന്ന് പറയും. രണ്ട് കൈ അടിച്ചാലല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ, ഒറ്റ കൈ അടിച്ചാൽ മോളെ സൗണ്ട് ഉണ്ടാവില്ല. കുറേ ക്ഷമിച്ചു കൈ അടിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ ക്ഷമിച്ച് കൊടുക്കുകയെന്ന് പറയും. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ചയായാലും ചിലപ്പോൾ തെറ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ, എൻ്റെ ഭാഗത്താണെങ്കിലും കുറേ ഞാൻ ക്ഷമിച്ച് ഇങ്ങനെ കൊടുക്കാതായാലും ഈ ചെക്കനുണ്ടെങ്കിൽ വന്നിട്ട് ഇപ്പോൾ വൈഫും കൂടി ആയപ്പോഴും വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ വെറും ഈ വൃത്തി എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം. എന്നാലും സ്വന്തം നിൽക്കണ വീടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ഇയാളെ മുന്നിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാലാണ് അവിടെ ഒന്ന് എടുത്ത് വീഡിയോ. അപ്പോൾ ഭാര്യയ്ക്ക് എന്താ പൊടി അലർജി വന്നു. എൻ്റെ മൂത്ത മോൾക്ക് പൊടി ഭയങ്കരമായിട്ട് അലർജിയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചില സമയത്ത് ചിക്കൻ തിന്നുമ്പോണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഒരു തരം ഉറുമ്പ് കടിച്ചാലുണ്ടാവില്ല, വലിയ വട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ശരീരം മൊത്തം വന്നിട്ട് ഇങ്ങനെ വീർക്കും. ചില സമയത്ത് മാറാലെ നമ്മൾ തട്ടുമ്പോൾ അതിൻ്റെ പൊടി ഇതിന് വീണാൽ ചൊറിഞ്ഞോട് ഇങ്ങനെ നടക്കും. ചില സമയങ്ങളിൽ ഇല്ല. അപ്പോൾ സ്വന്തം വീട്ടിലത്തെ വൃത്തി നോക്കാണ്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് അത് കിട്ടി, അവിടെ നിന്ന് ഇവിടെ കിട്ടി. ഇയാൾ അനിയത്തി തന്നെ പറയേണ്ട അവിടെ ഇയാൾ കൊടുന്ന് ഇടുന്നതാണെന്ന്, സ്വന്തം ചേട്ടൻ കൊടുന്ന് ഇടുന്നതാണെന്ന് അനിയത്തി തന്നെ ഒരു വീഡിയോയിൽ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ കിടന്നിട്ട് എന്തൊക്കെയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ഇതിന് കമൻറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരും വേണ്ടി സപ്പോർട്ട് ചെയ്യാവുള്ളൂ. ഞങ്ങൾ വീട്ടിൽ തല്ലുകൊള്ളുമ്പോൾ അത് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നീടാണ് ഞാൻ കണ്ടത് അങ്ങനെയൊക്കെ പറയുന്നത്. ആ പെൺകുട്ടീൻ്റെ എന്തോ സ്വർണ്ണം എടുത്തിട്ടാണെന്ന് ആ പെൺകുട്ടിയുടെ ഇപ്പം നമ്മൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് അപ്പുറത്തായിരിക്കും ശരി, ചിലപ്പോൾ ഇപ്പുറത്തായാലും ശരി. അത് വന്നിട്ട് ഒരു പെണ്ണാണ്ട് കെട്ടിയതും കൂടിയിട്ട് അത് വന്നിട്ട് അത് തേച്ച് വരച്ചുകൊണ്ട് ഇല്ലാണ്ടാക്കണമെന്നുണ്ടല്ലോ. അത് അത്ര ദിവസം വരെ കൂടെ നിന്നതിനൊക്കെ അത് ഇപ്പോഴത്തെ ചില ആൾക്കാരുടെ സ്വഭാവം കൂടെ നിൽക്കുമ്പോൾ ഒരു തരമായിരിക്കും. നമ്മളന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് മാറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ കുറിച്ചിട്ടുണ്ട് ഇല്ലാത്തതല്ല, ഭയങ്കരമായിട്ട് പറ്റാണ്ട് നാറ്റിക്കൊണ്ടല്ലോ. ഞങ്ങൾ പണ്ട് ഇങ്ങനെ പറയും, വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു പണ്ടുള്ളൊരു പറയണ കേട്ടിട്ടുണ്ട്. വെടക്കാക്കി തനിച്ചാക്കുക എന്നുള്ളൊരു ഇതുണ്ട്. നമ്മളെത്രത്തോളം നാറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം നാറ്റിക്കണ കുറച്ച് ടീമായിരുന്നു. അതേമാതിരി ഈ ചങ്ങായി വന്നിട്ട് ചില സമയത്ത് ഇങ്ങനെ ഹോട്ടൽ മുറിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കട്ടൻ മാറിയിട്ട് ഇങ്ങനെ നോക്കും, പൊടി ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ തൊടല്ലേ നേരം സ്വന്തം വീട്ടിൽ പോയിട്ട് ചൂലെടുത്ത് അടിച്ചോരാണല്ലോ നോക്കുക. അപ്പം ഞങ്ങൾ കാശ് കൊടുത്തിട്ട് എടുക്കണ റൂമല്ലേ, നിങ്ങൾ കാശ് കൊടുത്തിട്ട് എടുക്കണ റൂമാണെങ്കിലും ക്ലീനിങ് ആയിരിക്കും.
ചില സ്ഥലത്ത്, എല്ലാ സ്ഥലത്തൊന്നും പറയണില്ല, ഈ ഇവർ പോണ സ്ഥലത്ത് മൊത്തം ഒരിക്കൽ മഴവിൽ മനോരമയിൽ ഇതേമാതിരി ഞാൻ എന്താണ് ബമ്പർ ചിറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആരോ പറയുന്നുണ്ട്, ഇനി ഇവിടെ ഫ്ലോറിൽ വൃത്തിയില്ല എന്നുള്ളത് പറയോ, വീഡിയോ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. മഴവിൽ മനോരമയിൽ തന്നെ അതന്നെ ഓർമ്മ വരുന്ന അതന്നെ. അതിലിങ്ങനെ പറയുന്നത് ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നു. അതേമാതിരി ഈ ചങ്ങായി ഇങ്ങനെ സ്വന്തം അമ്മനായാലും അനിയത്തിനായാലും ഇങ്ങനെ എന്നിട്ട് അത് വീഡിയോ ഇട്ടിട്ട് അത് ഒരു ഭാഗം അത് കണ്ടിട്ട് അതൊരു ഭാഗം നെക്സ്റ്റ് വരുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അനിയത്തിക്ക് ഇപ്പോൾ തന്നെ ആവണമെങ്കിൽ ഇപ്പോൾ അതിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അതിനിടാവുന്നതുള്ളൂ. അത് ചിലപ്പോൾ വരുമായിരിക്കും, വരാമായിരിക്കും, പറയണ ഭാഷയുണ്ടല്ലോ. ഒരു സമയം ഞാൻ പറഞ്ഞ പഠിച്ചുകൊണ്ട് ഇത്ര കാലം ഒന്നിച്ച് നടന്ന അളപ്പറ ചോദിക്കാൻ എനിക്ക് കൂടപ്പറപ്പില്ലേ ഇതില്ല. ഞാൻ എൻ്റെ കൂടപ്പറപ്പിന് ഒരു തല്ലുകൂടാറുണ്ട്, ഇടിക്കാറുണ്ട്, നല്ല ഫൈറ്റ് അങ്ങോട്ടൊന്നും നടക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് എപ്പോഴും ഒരു ടൈമിൽ എപ്പോഴും വിളിച്ചിരുന്ന ഒരാളാണ്. ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്, ചിലപ്പോൾ തല്ലൂടും ഇടിക്കും. പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൊണ്ട് വലിയൊരാൾക്കാരാകുമ്പോഴത്തേനും കൊടുന്നിട്ടിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക. കുറച്ചെങ്കിലും ഒന്ന് വിവരമുള്ളവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള മറുപടി പറയാൻ നോക്കാം. എന്തൊരു കാര്യം പറയുമ്പോൾ ഒരു 10 വട്ടം ആലോചിക്കും, ഞാനത് പറയേണ്ട കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ എന്ന് 10 വട്ടം ആലോചിച്ചിട്ട് വേണം ഏത് കാര്യങ്ങളും മോനെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക. നീ ഇപ്പം ഇനി രണ്ടാമതൊരു വീഡിയോ ആയിട്ട് പോയിരുന്നു, അപ്പോൾ നീ ആരെയാണ് ഈ കുറ്റം പറയണതെന്ന് നീ ഒന്ന് ആലോചിക്കുക. ഓപ്പോസിറ്റ് ഒരു 1.5 വർഷം ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടോ നീ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഭാര്യ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അമ്മക്ക് അസുഖമാണ്. എൻ്റെ മോനെ അവരിതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അവരൊരു ചിലർ സുഖമായിട്ട് ജീവിച്ചിട്ട് പോകും, ചിലർ പകുതി വെച്ചിട്ട് വേണ്ടാതെ വെച്ച് പോകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. നാളെ മോൻ്റെ ഭാര്യ ഒന്നായി പോകുന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ പടച്ചോൻ്റെ കയ്യിലിരിക്കണം. ചിലപ്പോൾ ഇത് റെഡി ആയി പോകും, ചിലപ്പോൾ ചില ജീവിതങ്ങളാണ് നമുക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നല്ല മാന്യമായിട്ട് ഇതിന് പോണ ടീമുകളുണ്ട്. ഈ ചെക്കൻ വന്നിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ഇങ്ങനെ പറയാനും. എനിക്ക് ഈ ചെക്കൻ്റെ കണ്ണെടുക്കാൻ കണ്ടുകൊണ്ടല്ലോ ഭയങ്കര ഈ ചെക്കനൊക്കെ ആൾക്കാർ കൂടിയിട്ട് ഒരു പേര് ഇട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ഈ ചെക്കൻ ചെയ്യുമ്പോൾ ഈ ചെക്കന് പൊട്ടനാവണം എന്നുള്ളത് ഈ ചെക്കൻ ചിന്തിക്കില്ല. അപ്പോൾ ഈ ചെക്കന് റീച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരായാലും കമൻറ്റിൽ കൂടെ പറയണ്ടല്ലോ. അപ്പോൾ ഈ ചെക്കനെ മനസ്സിലാവും എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് റീച്ച് പറയട്ടെ, നിങ്ങളെ കുറിച്ചിട്ടല്ലല്ലോ പറയണേ, പറയട്ടെ എന്നുള്ളൊരു സ്വഭാവം വെച്ചിട്ട് നടക്കുക. എന്തിനാണ് ചെക്കൻ ഇങ്ങനെ ചെയ്യണേന്ന് ഇതൊക്കെ നിന്ന് ഞാൻ 2-3 വട്ടം ആ ചെക്കൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിൻ്റെ അനിയത്തിൻ്റെ വോയിസ് ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ എല്ലാ യൂട്യൂബിലും എടുത്തിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നുണ്ട് എൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പോൾ ഇവന് ഓപ്പോസിറ്റ് ഇവനെന്താ 3000 റുപ്യ അവരെ ഇതിൽ ഇട്ടിട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നും തന്നിട്ടില്ല വേറെ ഒന്നും. അപ്പോൾ ഇവനെന്തോ 25,000 റുപ്യ പ്രാവശ്യം ഇട്ടത് ഒക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും മോനെ നീ ഒന്ന് ചിന്തിക്കുക, എത്രയാണ് എൻ്റെ കൂടപ്പറപ്പും. ഇപ്പോൾ ചോദിക്കും താത്താക്ക് കൂടപ്പറപ്പില്ലേ എന്ന് വെച്ചിട്ട് നീ അടുത്ത വീഡിയോ ഇടുന്നുണ്ടാവും. എൻ്റെ കൂടപ്പറപ്പാണ്, നോക്കി കണ്ടിട്ടൊക്കെ പറയേണ്ട സ്ഥാനത്ത് നിന്നിട്ട് പറയാം. ഓക്കെ, എല്ലാവർക്കും സുഖമല്ലാത്തത്. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.